ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് പഴവും റവയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് എപ്പോഴും വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. രാവിലേക്കോ വൈകുന്നേരത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 റോബസ്റ്റ പഴം കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. റോബസ്റ്റ പഴം തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, ഏത് ചെറുപഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുക്കാത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. വറുത്ത റവ ആയാലും കുഴപ്പമൊന്നുമില്ല, വറുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പശുമ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പഞ്ചസാര കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്തിട്ടും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ഏലക്കയും കൂടെ ചേർക്കുന്നുണ്ട്. ഏലക്ക വേണം, അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡറിന് പകരം നിങ്ങൾക്ക് കോഴിമുട്ട ചേർത്താൽ മതി. ഞാൻ ഇവിടെ മുട്ട ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. അരച്ചതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. വേറെ എക്സ്ട്രാ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടിയിൽ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നെയ്യിന് പകരം ബട്ടറോ ഓയിലോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഇളക്കിയൊന്ന് മിക്സ് ചെയ്യാം. ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു സമയം തന്നെ നമുക്ക് ഒരു പാനോ തവേ ദോശക്കല്ല് എന്തെങ്കിലും ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നെയ്യ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കട്ടിയിലാവും മാവ് കിട്ടുക കേട്ടോ. ഇനി നമുക്ക് ഒരു തവ വെച്ചിട്ട് ഞാൻ ഓരോ തവിയായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. വലിയതാക്കിയിട്ടോ ചെറുതാക്കിയിട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്. പഴമൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഭാഗം ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്കാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തേനിൻ്റെ കൂടെ അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അവർ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ഡേറ്റ് സിറപ്പിൻ്റെ ഒരു റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അപ്പോൾ ഡേറ്റ് സിറപ്പൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് രാവിലേക്കോ വൈകുന്നേരത്തിനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.